അപ്പോൾ നമ്മൾ വെച്ചാൽ ഈ മീൻകറി തന്നെ നമുക്ക് പലതരത്തിൽ തന്നെയാണല്ലോ മീൻകറി പലതരത്തിൽ വെക്കാം. ഓരോ ഭാഗത്ത് ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ മീൻകറി തന്നെ ഇപ്പൊ നമ്മള് പുളി തന്നെ ഇപ്പൊ സാധാരണ പുളിയുണ്ട്, കുടംപുളി ഇട്ട് വെക്കുന്നുണ്ട്, പിന്നെ തക്കാളി, അതുപോലെയാണ് നമ്മൾ മാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ, ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറി വെക്കാലോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ ഇട്ടിട്ട് മീൻകറി വെച്ചാൽ. അപ്പൊ ഇന്ന് പച്ചമാങ്ങയും പഴുത്ത തക്കാളി ഇട്ട് ആണ് മീൻകറി. നല്ല ചെറിയ ഒരു പാകം വലിപ്പത്തിലുള്ള മത്തിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നമുക്ക് ചെറുപയറും കായും മെഴുക്ക് വരട്ടിയുണ്ട്. നല്ല ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഒതുങ്ങിയ ഒരു ഉച്ചയൂണാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്ന മത്തി ഒരു പാകം വലുപ്പത്തിലുള്ള മത്തിയാണ്. ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 300 ഗ്രാം അത്ര തന്നെ ഉള്ളത്, വളരെ കുറച്ചെന്ന് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പാകത്തിന് ഉള്ള മത്തിനെ വാങ്ങിയിട്ടുള്ളൂ, 2 നേരത്തിന് കഴിക്കാനുള്ളത്. പിന്നെ വറക്കാനൊന്നും വേണ്ടല്ലോ. പിന്നെ തല നമ്മൾ പൂച്ചയ്ക്കുള്ളതാണ്. പൂച്ചയ്ക്കുള്ളതാ തല, അതിവിടെ വേറെ പാത്രത്തിൽ, ഈ ചെറിയ പാത്രത്തിൽ അതിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. 2 ദിവസമായി പൂച്ച മീൻ കഴിച്ചിട്ട്. അതിന് പകരം പിന്നെ നമ്മൾ ആ പൂച്ച കഴിക്കുന്ന ഭക്ഷണമാണ്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉപ്പ്. പിന്നെ ഇപ്പോൾ നമ്മൾ അതിലേക്കുള്ള മാങ്ങ, നല്ലൊരു നാടൻ മാങ്ങയാണ്. അപ്പോൾ അത് ഇനി നമുക്ക് തോലിയെത്തിയെടുക്കാം. അപ്പോൾ പിന്നെ മാങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് നമ്മളിവിടെയൊക്കെ. ഇനിയിപ്പോൾ മാങ്ങേൻ്റെ സമയമായി. അതൊക്കെ തോലിയെത്തി. പിന്നെ തക്കാളി, പച്ചമുളക്. മാങ്ങ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് ചെറുതാക്കി നുറുക്കിയിട്ടാണ് ചെയ്യുന്നത്. മാങ്ങട്ട മീൻകറി, പ്രത്യേകിച്ച് മത്തി, അത് നല്ല രസമാണത്. അതാണ് ഇപ്പം ഇന്ന് ഇങ്ങനെ ആക്കിയത്. ഇതിപ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ നുറുക്കുന്ന പോലെ തന്നെ കണ്ട് ചെറുതാക്കി ചതുരത്തിൽ കണ്ട് നുറുക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പുളി ചേർക്കുന്നില്ല, നമ്മൾ സാധാരണ ചേർക്കുന്ന പുളികളൊന്നും ചേർക്കുന്നില്ല. ഇതാണ് മാങ്ങ, തക്കാളി, അതിൻ്റെ പുളിയാണുള്ളത്. ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. തക്കാളി നമുക്ക് ചെറുതാക്കി തന്നെ ഇങ്ങനെ ഉണ്ട്, അത് നുറുക്കാം. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക്, 2-3 പച്ചമുളകും അതിൽ കീറിയിടുന്നുണ്ട്. ഇതിപ്പോൾ മാങ്ങ കണ്ടാൽ നമുക്ക് മഞ്ഞ കളറൊക്കെ ഉണ്ട്, പഴുത്ത പോലെ തോന്നും. പക്ഷേ നല്ല പച്ചമാങ്ങയാണ്. ഇതിങ്ങനെയാണ്, നല്ല പൊളിയുള്ള മാങ്ങ തന്നെയാണ്. ഇപ്പോൾ വേണല്ലേ, അമ്മ കഴിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ, ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല പൊളിയുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് നേരെ ചട്ടിയിൽ അതിലിടാം. പിന്നെ തേങ്ങ അരച്ചത്, ഒരു ചെറിയ ഉള്ളി ചേർത്ത് അരച്ചതാണ്, അതും ഒഴിക്കാം. അത്യാവശ്യം അരച്ചതൊക്കെ ഉണ്ട്, ഭാഗത്ത് തന്നെയാണ്. പിന്നെ മീൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കറി ഏതായാലും അടുപ്പത്ത് അതിവിടെ ആയി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറുപയറും പച്ചക്കായ, അതായത് പൊണ്ണങ്കായാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു നമ്മളൊരു മെഴുക്ക് വരട്ടി. അതായത് നമുക്ക് ഉപ്പ് അത് ചേർക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. കഷ്ണം ഒന്ന് നോക്കാം, ഒക്കെ എന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം. പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി ഇട്ടു. അപ്പോൾ അതിവിടെ റെഡിയായി. പിന്നെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ, പിന്നെ 2 പച്ചക്കായ, നമ്മൾ പൊണ്ണങ്കായാണ്.
അപ്പോൾ ചെറുപയറൊന്ന് നമുക്ക് ആദ്യം കുക്കറിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ വേവട്ടെ. നമുക്ക് ഈ കായ കൂട്ടാൻ കായയാണ്, അത് ഏണൊക്കെ ചെത്തിങ്ങി അതൊന്ന് നുറുക്കാൻ വേണ്ടത്. ചെറുപയർ ഒരു 4 വിസിൽ വേണം, നല്ല ശരിക്കും വേവുള്ളൂ. 4 or 5. ഇതിപ്പോൾ ഇങ്ങനെ 4 കീറാക്കിയിട്ടതാ ചെറുതാക്കി നുറുക്കിയെടുക്കാം. അതിലേക്കും പച്ചമുളക് 2-3 എടുത്ത് അരിഞ്ഞിടാം. ഇതിലിപ്പോൾ ഈ മുളകിൻ്റെ എരിവ് തന്നെയല്ലേ ഉള്ളു കാര്യമായിട്ട്. ഇതാ 5 വിസിൽ. അത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഉണ്ട് ഊറ്റി കളഞ്ഞ് ഇതാ നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. പിന്നെ ഇതാ കായ നുറുക്കി വെച്ചത്, പച്ചമുളകും എല്ലാം ചേർത്തത്. ഇനി അതിലേക്ക് ഉപ്പ് അത് ചേർത്ത് ലേശം വെള്ളത്തിൽ നമുക്കിതിന് വേവിച്ചെടുക്കാം. ഇതാ നല്ലോണം വെന്ത് ഇതാ വലിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം വലിയിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നു. ഇനി അതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ തുളിക്കുകയാണ്. ഇത് നല്ല രസമുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടി മീൻ കറി രണ്ടും ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ ഊണ് കഴിക്കായി. പിന്നെ നമ്മൾ കറി കൊടുക്കാം അമ്മയ്ക്ക്. കറി വെള്ളം അധികമൊന്നുമില്ല, ഒക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ മെഴുക്ക് വരട്ടി, പിന്നെ പപ്പടം കാച്ചിയത്. അപ്പം ഇന്ന് ഇങ്ങനെയാണ്: ചോറും മീൻകറിയും മെഴുക്ക് വരട്ടിയും പപ്പടം കാച്ചിയതും. പുളിയുണ്ടല്ലേ കറി? ഇനിയിപ്പോൾ ഞാൻ കഴിക്കട്ടെ. എനിക്ക് പിന്നെ കൊണ്ടാട്ട മുളകുണ്ട്, അമ്മയ്ക്ക് പിന്നെ വേണ്ടാന്ന് പറഞ്ഞാണ്. നല്ലൊരു ഊണായി. നല്ല രസമുണ്ട് മത്തി ഇങ്ങനെ കറി വെച്ചിട്ട്. നല്ല പുളിയുണ്ട്, മാങ്ങിയതെ തക്കാളിൻ്റെ നല്ല പുളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.